ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് എത്ര റാങ്ക് വേണം എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ ഏത് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നറിയാനായിട്ട് നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കീം 2025, അതായത് കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഓരോ കോഴ്സിനും എത്ര റാങ്ക് വരെയാണ് അഡ്മിഷൻ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇപ്പൊ മെറിറ്റ് ലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് മെറിറ്റിലും പിന്നെ ഓരോ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത് നമുക്ക് ഫസ്റ്റ് ഫേസും ചെക്ക് ചെയ്യാം, സെക്കൻഡ് ഫേസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫേസ് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ എത്ര റാങ്ക് വരെയാണ്, അതിനേക്കാളും കുറച്ചും കൂടെ റാങ്ക് സെക്കൻഡ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ചെറിയ ഐഡിയ തരാം. അതായത് ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഒരു 10,000 to ഒരു 15,000 വരെ അഡ്മിഷൻ പോയിട്ടുണ്ട്. അത് ജനറൽ മെറിറ്റ് കാറ്റഗറിയിലാണ്. അപ്പോൾ ബാക്കിയുള്ള കാറ്റഗറിയിലും നമുക്ക് കൃത്യമായിട്ട് എത്ര റാങ്ക് വരെ എന്നുള്ളത് ആ ഒരു ലിസ്റ്റ് നോക്കിയാൽ അറിയാം. ഇനി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും അധികം പേര് പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു ബ്രാഞ്ചാണ് CSE. അത് 3,000 to ഒരു 4,000 ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ ജനറൽ മെറിറ്റിൽ കിട്ടുള്ളൂ. കാറ്റഗറി അനുസരിച്ച് ഡിഫറൻസ് വരാം. ഓക്കെ, ഇനി ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ തന്നെ വേറെ ഒരുപാട് സബ് ബ്രാഞ്ചസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, അതൊന്നും പക്ഷെ എല്ലാ കോളേജിലും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓരോ കോളേജും ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതും ഗവൺമെന്റ് കോളേജിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം 4,000 to 5,000 ഉള്ളിൽ റാങ്ക് വന്നവർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കണം. ഇത് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും താഴെയായിരിക്കും. അതായത് ചിലപ്പോൾ ഒരു 4,000 താഴെയൊക്കെ, അല്ലെങ്കിൽ 4,000 താഴെ ഇൻ ദ സെൻസ് അത്രയും ഹയർ റാങ്ക് ഉള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെന്റ് കിട്ടുള്ളൂ. ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഒരു 7,000 to 8,000 ഉള്ളിൽ റാങ്ക് വന്നവർക്കാണ് ഇലക്ട്രിക്കൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 12,000 to ഒരു 13,000 ഉള്ളിൽ റാങ്ക് വന്നവർക്കാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് എക്സാക്ട്ലി ഈ വർഷം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ഈ ഒരു ഫിഗർ തന്നെ അല്ലെങ്കിലും അറൗണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4,000 ഉള്ളിൽ റാങ്ക് വരണം. ജനറൽ കാറ്റഗറിയിലാണ്. നിങ്ങളുടെ കാറ്റഗറി മറ്റ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഫിഗർ മാറും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഇനിയിപ്പോ എന്തായാലും +2 മാർക്ക് അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് അറിയാനായിട്ട് പറ്റും. അതിനുശേഷമാണ് നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കാൻ എങ്ങനെയാണ് കോളേജും കോഴ്സും ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അലോട്ട്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്ത് ഇതിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ കുറെ പേര് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ എത്ര റാങ്ക് വേണ്ടി വരും എന്നുള്ളത് പല റാങ്ക് പ്രഡിക്ടർ ഒക്കെ വെച്ചിട്ട്, നിങ്ങൾ കീമിന്റെ മാർക്കും +2ന്റെ മാർക്ക് വെച്ച് റാങ്ക് പ്രഡിക്ടർ വെച്ചിട്ട് കുറെ പേര് നോക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളത് ഇനിയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ കീം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, അല്ലെങ്കിൽ ഇനി ഇതിനെ പറ്റിയാണ് വീഡിയോ വേണ്ടതെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.